കുറിച്ച് നടത്തിയ പരാമർശത്തിൽ സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനം ഒരു തവണ തെറിച്ചതാണ്. സജി ചെറിയാനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ വിധി. CPM-നെ പ്രതിരോധത്തിലാക്കിയ ആ കേസിന്റെ നാൾവഴികൾ. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട്. മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 2022 ജൂലൈ 3 പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ CPIM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സജി ചെറിയാന്റെ ഈ പ്രസംഗം. വിവാദം ആളിക്കത്തി. സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത്. രാജിയില്ലെന്ന നിലപാടുമായി സജി ചെറിയാൻ പിടിച്ചുനിന്നു. നിയമസഭയിൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പ്രതിപക്ഷ രോഷം അടങ്ങിയില്ല. ഏതെങ്കിലും രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പ്രചരണം ലഭിക്കുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, കാരണം രാജ്യത്തിന്റെ ഭരണഘടനയോട് കൂറും വിധേയത്വമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ അതിൽ ഞാൻ അതിയായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുന്ന കാര്യം കൂടി സഭയെ ബോധ്യപ്പെടുത്താൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒടുവിൽ CPIM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നു. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആദ്യ രാജി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയതിനു ശേഷം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. അതിനാൽ ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. പിന്നാലെ നിയമ നടപടികൾ. അഭിഭാഷകൻ ബൈജു നോയൽ സജി ചെറിയാനെതിരെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവ് പ്രകാരം കേസെടുത്ത പോലീസ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം കേസ് അവസാനിപ്പിച്ചു. ഭരണഘടനയെ മനഃപൂർവ്വം അപമാനിച്ചിട്ടില്ലെന്ന് പോലീസ് കോടതിയിൽ. സജി ചെറിയാന് പോലീസിന്റെ ക്ലീൻ ചിറ്റ്. സത്യപ്രതിജ്ഞയ്ക്ക് ആദ്യം വിസമ്മതിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് മയപ്പെട്ടതോടെ സജി ചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക്. സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് വിവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. ഇതിനു പിന്നാലെ അഡ്വക്കേറ്റ് ബൈജു നോയൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രസംഗത്തിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ സജി ചെറിയാൻ വീണ്ടും പ്രതിസന്ധിയിൽ. ഒരേ വിഷയത്തിൽ രണ്ടാമതും സജി ചെറിയാന് മന്ത്രിസഭയ്ക്ക് പുറത്തു പോകേണ്ടി വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. റിസർച്ച് ഡെസ്ക് 24.